അൽഫിന അനസ്തറ്റിക് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് LBS GNM ആൻഡ് ANM കോഴ്സസിൻ്റെ പുതിയൊരു അപ്ഡേറ്റ് പറയാൻ വേണ്ടിയിട്ടാണ്. ഓൾറെഡി നമുക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നു. അതിനുശേഷം 6, 7, 8 തീയതികളിലായിട്ട് ആയിരുന്നു അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾക്ക് കോളേജിൽ ജോയിൻ ചെയ്യാനുള്ള സമയമെന്ന് പറയും. എല്ലാവരും ഈ സമയത്തിനുള്ളിൽ തന്നെ ജോയിൻ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. അഡ്മിഷൻ കിട്ടിയ കുട്ടികൾ എല്ലാവരും കമൻസിലൊന്ന് പറയാട്ടോ. കുറച്ച് കുട്ടികൾ ചോദിച്ച കാര്യമാണ് ഇനി അലോട്ട്മെൻറ്റ് ഉണ്ടോ എന്നുള്ളത്. ഇനി നമുക്ക് അലോട്ട്മെൻറ്റ് വരുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വളരെ തുച്ഛമായ സീറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതായത് ഇതുവരെയും അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾ അഡ്മിഷൻ എടുക്കാതെ വരുന്ന വാക്കൻസി സീറ്റിലായിട്ടാണ് അടുത്ത അലോട്ട്മെൻറ്റ് വരുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ കയറിയതിന് ശേഷം LBS ആൻഡ് GNM ആൻഡ് ANM അപ്ഡേറ്റ് വരുന്നത് അറിയുന്നതിനായിട്ടൊരു ലിങ്ക് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയൊരു ഇൻ്റർഫേസ് ഓപ്പണായി വരുന്നതായിരിക്കും. നിങ്ങൾക്ക് സൈഡിലായിട്ട് 3 ലൈൻസ് കാണാൻ വേണ്ടി സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും, അലോട്ടഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. ആ ഒരു അലോട്ടഡ് ലിസ്റ്റിൽ ANM കോഴ്സും അതുപോലെ തന്നെ GNM കോഴ്സുമാണ് ഉള്ളത്. അതിൽ ANM കോഴ്സ് സെലക്ട് ചെയ്ത് നിങ്ങൾ ഏതൊക്കെ കോളേജിലാണോ ഓപ്ഷൻസ് വെച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു കോളേജ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കോളേജിൽ എത്രത്തോളം കുട്ടികൾ അഡ്മിഷൻ എടുത്തു, അഡ്മിഷൻ എടുത്തിട്ടില്ല, ആരൊക്കെ ടോക്കൺ ഫീസ് അടച്ചു, ആരൊക്കെ ടോക്കൺ ഫീസ് അടച്ചിട്ടില്ല എന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. ടോക്കൺ ഫീസിൻ്റെ സൈഡിലായിട്ട് ഗ്രീൻ ടിക്ക് മാർക്കാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ കുട്ടി അവിടെ അഡ്മിഷൻ എടുത്തു എന്നുള്ളതാണ്. എന്നാൽ ഇൻറ്റു മാർക്കാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് അവിടെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടും അഡ്മിഷൻ എടുക്കാത്ത കുട്ടികളാകാം. സൈറ്റിൽ നിങ്ങൾക്ക് ആദ്യം കയറി നോക്കുമ്പോൾ ഇങ്ങനൊരു വേക്കൻസി ലിസ്റ്റ് പബ്ലിഷ്ഡ് ആയിട്ടൊരു ലിങ്കോ ഡൗൺലോഡ് ചെയ്യാനോ ഒന്നും കാണില്ല. അപ്പോൾ നിങ്ങളത് പേടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അലോട്ടഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അത് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് എവിടെയൊക്കെ വാക്കൻസി ഉണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടി സാധിക്കും. നമുക്ക് ഓൾറെഡി അറിയാം, നിങ്ങൾ വെച്ച ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. അപ്പോൾ ആ ഒരു ഓപ്ഷൻസ് അനുസരിച്ച് ഏതൊക്കെ കോളേജസിലാണ് ഇനി വാക്കൻസി ഉള്ളത് എന്ന് മനസ്സിലാക്കി വെക്കുകയാണ് നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത്. അപ്പോൾ വാക്കൻസി മനസ്സിലാക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ മാർക്ക് അതുപോലെ ഇൻഡെക്സ് മാർക്ക്, GNMൻ്റെ ഇൻഡെക്സ് മാർക്ക് വേറെയാണ്, ANMൻ്റെ ഇൻഡെക്സ് മാർക്ക് വേറെയാണ്. ANM 1000-നാണ് ഇൻഡെക്സ് മാർക്ക് വരുന്നത്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി വീഡിയോസിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതനുസരിച്ച് ഇൻഡെക്സ് മാർക്കൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക്, നിങ്ങളുടെ സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക്, അതുപോലെ നിങ്ങളുടെ കാറ്റഗറി റാങ്ക്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോളേജിലുള്ള വാക്കൻസി സീറ്റ്, ഇതെല്ലാം ഒരുമിച്ച് നോക്കിയതിന് ശേഷം വേണം നിങ്ങൾ അടുത്ത അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആകേണ്ടത്. അടുത്ത അലോട്ട്മെൻറ്റിൻ്റെ ഒഫീഷ്യൽ അപ്ഡേറ്റ് ഉടനെ വരുന്നതായിരിക്കും. അതിന് മുന്നോടിയായിട്ട് സീറ്റ് വാക്കൻസി അറിഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ ചെയ്യേണ്ടത് ഏതൊക്കെ കോളേജസിൽ ഏത് സബ്ജക്റ്റിനാണ് സീറ്റ് വാക്കൻസി ഉള്ളത്, നിങ്ങളുടെ റിസർവേഷൻ കാറ്റഗറി അനുസരിച്ച് എവിടെ കിട്ടാൻ സാധ്യതയുണ്ട് എന്നത് വാക്കൻസി മനസ്സിലാക്കി നിങ്ങളൊരു ഓപ്ഷൻസ് റെഡിയാക്കി വെക്കാനാണ് ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത്. നമുക്കറിയുന്ന കാര്യമാണ്, SC/ST കാറ്റഗറി സ്റ്റുഡൻസിന് ഒരുപാട് കോളേജസിൽ ഇതിൽ പ്രയോറിറ്റി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പാലക്കാട് കോളേജിൽ, ഗവൺമെൻറ് കോളേജിൽ 40 സീറ്റ് ഇൻക്രീസ് ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റുഡൻസൊക്കെ തന്നെ നിങ്ങളുടെ കാറ്റഗറി കൂടുതൽ പ്രയോറിറ്റി ചെയ്യുന്ന കോളേജസ് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. കുട്ടികൾ ചോദിച്ചതാണ് കഴിഞ്ഞ വർഷത്തെ GNM ANM പ്രഡിക്ഷൻ വീഡിയോ ചെയ്യാമോ എന്നുള്ളത്. നമ്മൾ ഓൾറെഡി പല വീഡിയോസിലും പറഞ്ഞ കാര്യമാണ്. കഴിഞ്ഞ വർഷം LBS ത്രൂ അല്ലായിരുന്നു GNM ആൻഡ് ANMൻ്റെ അലോട്ട്മെൻറ്റുകൾ നടന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വർഷം അതിൻ്റെ പ്രഡിക്ഷൻ വീഡിയോ ചെയ്യാൻ വേണ്ടി സാധിക്കുകയില്ല. ഓൾറെഡി അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികളൊന്ന് കമൻറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഇതുവരെയും അലോട്ട്മെൻറ്റ് കിട്ടാത്ത കുട്ടികൾക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം നിങ്ങളുടെ മാർക്ക് അനുസരിച്ച് ഏത് രീതിയിലുള്ള ഓപ്ഷൻസ് വെച്ചിട്ടാണ് ഏത് കോളേജിലാണ് കിട്ടിയത് എന്നുള്ളത് കമൻറ്റിൽ പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു കോഴ്സിന് താല്പര്യമുള്ള പല കുട്ടികൾക്കും കിട്ടാത്ത കുട്ടികൾക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. അതനുസരിച്ച് കമൻറ്റ് ഇടാനും കൂടി ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. വേക്കൻസി ലിസ്റ്റ് നോക്കിക്കഴിയുമ്പോൾ കാണാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് വളരെ കുറച്ച് സീറ്റുകളാണ് പല കോളേജസിലും ഉള്ളത്. ബാക്കി കുട്ടികൾ എല്ലാവരും തന്നെ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. കാരണം ഒരുപാട് നീണ്ടു പോകുന്നതനുസരിച്ച് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാനുള്ള ചാൻസ് കുറഞ്ഞു വരുന്നത് കാരണം ഓൾറെഡി അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾ എല്ലാവരും തന്നെ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. ഓരോ കാറ്റഗറി ബേസ് ചെയ്ത് എത്രത്തോളം ഇൻഡെക്സ് മാർക്കുള്ള സ്റ്റുഡൻസിനെയാണ് ലഭിച്ചിട്ടുള്ളത് അലോട്ട്മെൻറ്റ് എന്നുള്ളത് ഈ ഒരു വാക്കൻസി ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. ചില കോളേജസിൽ കുറച്ചധികം സീറ്റുകളുണ്ട്. അപ്പോൾ ആ ഒരു കോളേജിനെ പറ്റി അന്വേഷിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കോളേജസ് പ്രയോറിറ്റി ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പ്രയോറിറ്റി ചെയ്ത് വെക്കുമ്പോൾ നിങ്ങളുടെ റിസർവേഷൻ ഏതാണെന്ന് നിങ്ങൾക്ക് മാത്രമാണ് അറിയുന്നത്. അത് ബേസ് ചെയ്തിട്ട് വേണം പ്രയോറിറ്റി ചെയ്ത് വെക്കാനായിട്ട്. അതുപോലെ നെക്സ്റ്റ് അലോട്ട്മെൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള അപ്ഡേറ്റ് ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതിൽ കൂടി നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും ഇനി പുതിയ ഓപ്ഷൻസ് വെക്കണമോ, അത് ഓൾറെഡി ഉള്ള ഓപ്ഷൻസ് മാത്രം മതിയാകുമോ, അതുപോലെ അലോട്ട്മെൻറ്റ് കിട്ടി അഡ്മിഷൻ എടുത്ത കുട്ടികൾക്ക് NOC ഉപയോഗിച്ച് അടുത്ത പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള അപ്ഡേറ്റ്സ് എല്ലാം തന്നെ ഉടനെ വരുന്നതായിരിക്കും.
അതുപോലെ ആ അപ്ഡേറ്റ്സ് എല്ലാം തന്നെ നമ്മുടെ ചാനലിലൂടെയും അറിയിക്കുന്നതായിരിക്കും. അതിനുവേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് കേട്ടോ. ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഈ അപ്ഡേറ്റ്സ് കറക്റ്റ് ടൈമിൽ അറിയിച്ചു കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ഓക്കെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.